വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രിയോറി അൽഗോരിതത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ദ ഡേറ്റാബേസ് ഹാസ് 9 ട്രാൻസാക്ഷൻ ലെറ്റ് മിനിമം സപ്പോർട്ട് ഇസ് ഈക്വൽ ടു 2, മിനിമം കോൺഫിഡൻസ് ഇസ് ഈക്വൽ ടു 70%. അതിൽ ഫസ്റ്റ് എ പാർട്ടിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഓൾ ഫ്രീക്വന്റ് ഐറ്റംസ് സെറ്റ് യൂസിങ് അപ്രിയോറി അൽഗോരിതം. ബി പാർട്ടിൽ ലിസ്റ്റ് ഓൾ സ്ട്രോങ് അസോസിയേഷൻ റൂൾസ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ഒരു ടേബിളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഈ അപ്രിയോറി അൽഗോരിതത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഐറ്റം സെറ്റിനെ ആദ്യം ഉണ്ടാക്കണം. അതാണ് C1 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഐറ്റം സെറ്റുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യണം. ഇവിടെ ആരൊക്കെ ഉണ്ട്? I1 ഉണ്ട്, I2 ഉണ്ട്, I3, I4, I5. അത് കഴിഞ്ഞ് വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതാണ് ഐറ്റം സെറ്റ് എന്നും പറഞ്ഞിട്ട് I1, I2, I3, I4, I5. ഇനി ഇവരുടെ സപ്പോർട്ട് കൗണ്ട് എടുക്കണം. അതായത് എത്ര I1 ഉണ്ട്, I2 ഉണ്ട്, അങ്ങനെ എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര I1 ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. അങ്ങനെയാണിത് 6 വന്നത്. I2 എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. I3 എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണുള്ളത്. I4 എന്ന് പറയുന്നത് 1, 2 ഉള്ളൂ. I5 എന്ന് പറയുന്നത് 1, 2 ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. ഫസ്റ്റ് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യുക. ഇതിൽ നിന്നും നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യണം? ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഐറ്റം സെറ്റിനെ ജനറേറ്റ് ചെയ്യണം. അതാണ് L1 എന്ന് പറയുന്നത്. സെയിം ഐറ്റം സെറ്റ് സപ്പോർട്ട് കൗണ്ട് എന്നും പറഞ്ഞ് എഴുതുക. എന്നിട്ട് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ L1 എങ്ങനെയാണ് എഴുതുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്. C1 ചെക്ക് ചെയ്യണം. അതായത് C1ൽ 2 2ന് മേളിൽ വരുന്ന എല്ലാ ഐറ്റവും എങ്ങോട്ട് പോകും? L1ലോട്ട് പോകും. അതായത് ഫ്രീക്വന്റ് ഐറ്റം സെറ്റിലോട്ട് പോകും. ഇതിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും 2ന് മേളിലുണ്ട്. അപ്പോൾ അതെല്ലാം L1ൽ പോകും. ഇനി C2ൽ നമ്മൾ എന്താ നോക്കണത്? ഇവരുടെ കോമ്പിനേഷൻ എടുക്കുവാണ്. അതായത് എങ്ങനെ എടുക്കുന്നത്? I1, I2, I1, I3, I1, I4, I1, I5. ആദ്യം അങ്ങനെ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് I2, I3, I2, I4, I2, I5. അത് കഴിഞ്ഞ് എങ്ങനെ എടുക്കാം? I3, I4, I3, I5. ലാസ്റ്റ് എന്തെടുക്കാം? I4, I5. ആ രീതിയിലാണ് ഞാൻ C2 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐറ്റം സെറ്റ് ഓരോ കോമ്പിനേഷൻ, ഓരോ പെയറായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി ഇവർ ഒരുമിച്ച് വരുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് കൗണ്ട് എടുക്കുന്നത്. I1ഉം I2ഉം വരുന്ന എത്രണ്ണമുണ്ട്? 1, പിന്നെ ഇവിടെ വരുന്ന 2, പിന്നെ 3, 4 ആണ് കറക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. I1, I3 വരുന്നതോ? I1, I3 വരുന്നത് 1, 2, 3, 4 ആണ്. ഇനി I1, I4 വരുന്നതോ? 1 ഉള്ളൂ. ഇനി I1, I5 വരുന്നതോ? 1, 2 ഉള്ളൂ. ഇനി I2, I3 വരുന്നതോ? I2, I3 1, 2, 3, 4. ഓക്കെ, അവിടെ 4 വരുന്നുണ്ട്. ഇനി I2, I4 വരുന്നതോ? I2, I4 1, 2 ഉള്ളൂ. ഇനി I2, I5 1, 2 ഉള്ളൂ അതും. ഇനി I3, I4 വരുന്നുണ്ടോ? ഇല്ല, ഒരിടത്തും I3, I4 ഒരുമിച്ച് വരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ 0 വന്നത്. I3, I5 വരുന്നതോ? I3, I5 ഒരിടത്ത് വരുന്നുണ്ട് 1. ഇനി I4, I5 വരുന്നത്? ഇല്ല, ഒരിടത്തും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് 0 ആയിപ്പോയത്. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് കാൻഡിഡേറ്റ്, അതായത് C2 സെക്കൻഡ് കാൻഡിഡേറ്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി C2ൽ നിന്ന് നമുക്ക് ഇനി ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ആൾക്കാർ എത്രണ്ണുണ്ടെന്ന് നോക്കാം. അതായത് നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് മീറ്റ് ചെയ്യാത്ത എല്ലാവരെയും അങ്ങ് കളയണം. അതായത് ഈ പെയർ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവർ മീറ്റ് ചെയ്യുന്നില്ല. ഈ 3 പേര്. ഇത്ര ആൾക്കാരെ റിമൂവ് ചെയ്ത് ബാക്കിയുള്ളവരെ എല്ലാം എടുത്തെഴുതുന്നതാണ് നമ്മുടെ L2 എന്ന് പറയുന്നത്. കണ്ടോ ഏതൊക്കെ ആൾക്കാരെ മാറ്റിയത്? നമ്മൾ ഇവിടെ മൊത്തം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 1, 2, 3, 4 ആൾക്കാർ പോയി. അപ്പോൾ ഇവിടെ 6 പേരേ ഉണ്ടാവുള്ളൂ. ഇതേ നോക്കിക്കോ, 1, 2, 3, 4, 5, 6. കണ്ടോ 6 ഐറ്റം സെറ്റേ പിന്നെ വരത്തുള്ളൂ. അതായത് ആ മിനിമം സപ്പോർട്ട് കൗണ്ട് മീറ്റ് ചെയ്യാത്തവരെല്ലാം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ L2 എടുത്തെഴുതുന്നത്. ഇനി L2 വെച്ച് നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്? അടുത്ത പെയറിനെ കമ്പൈൻ ചെയ്യണം. അതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. I1, I2. ഇനി I2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതെ, I2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് I1, I2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? I2, I3. അപ്പം നമുക്ക് ഇത് വെച്ചൊരു പെയർ ഉണ്ടാക്കാം. അങ്ങനെയാണിത് I1, I2 ഓൾറെഡി ഉണ്ടല്ലോ, I3 എന്നും പറഞ്ഞിട്ട് പുതിയൊരു പെയർ ഉണ്ടായത്. ഇനി അടുത്തത് നോക്കാം. നമ്മൾ I2ലല്ലേ നിർത്തിയത്. I2 വെച്ച് തന്നെ വേറെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. I2ൽ സ്റ്റാർട്ട് ചെയ്യണ വേറൊരെണ്ണം ഉണ്ട്. അതിൻ്റെ കൂടെ വരുന്നത് I4 ആണ്. അപ്പോൾ പുതിയൊരു സെറ്റ് ഉണ്ടാക്കാം. I1, I2, I4 എന്നും പറഞ്ഞിട്ട്.
ഇനി I2 വെച്ച് വരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ദേ ഇവിടെ ഒരാളുണ്ട് I2 വെച്ച്. അപ്പോൾ I1 I2 I5 എന്ന് പറഞ്ഞ് മൂന്നാമത്തെ ഒരാൾ ഉണ്ടാക്കാം. ഇനി അടുത്ത ആൾക്കാരെയൊക്കെ നോക്കിക്കുക. I1 I3 വെച്ച് തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കത് നോക്കാൻ പറ്റത്തില്ല. I1 I5 വെച്ച് തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. I2 I3 ഇല്ല. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഐറ്റം സെറ്റ്, അതായത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഐറ്റം സെറ്റ്. ഇനി ഇവരുടെ കൗണ്ട് നോക്കാം. I1 I2 I3 എത്ര പ്രാവശ്യം ഒരുമിച്ച് വരുന്നുണ്ടെന്ന് നോക്കാം. ദേ ഇവിടെ നോക്കിക്കോ, 1 2 3 ഒരുമിച്ച് വരണം. ദേ 1 2 3 1 2 അങ്ങനെയാണ് ഇവിടെ എന്ത് വന്നത്? 2 എന്ന് വന്നത്. ഇനി I1 I2 I4 എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് നോക്കാം. 1 2 4 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ദേ ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട്, വേറെ ഒരിടത്തും ഇല്ല. അങ്ങനെയാണ് ഇത് 1 വന്നത്. ഇനി 1 2 5 എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് നോക്കാം. 1 2 5 എന്ന് പറയുമ്പോഴത്തേക്കും ദേ ഇവിടെ 1, ദേ ഇവിടെ 2. അപ്പോൾ 2 പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ ഇത് മീറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ഇയാളുമാണ്. ഇയാളപ്പോൾ അവിടുന്ന് പോയി. ഇതിൽ നിന്നാണ് നമ്മുടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അതാരാണ്? ഈ 2 ആൾക്കാരേ ഉള്ളൂ. I1 I2 I3 അത് 2, I1 I2 I5 ഇതും 2. ഇതാണ് നമ്മുടെ എ പാർട്ടിൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നോക്കിക്കേ, I1 I2 I3 വെച്ച് തുടങ്ങുന്ന വേറെ ആളുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി. L3 വെച്ച് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ പറയുന്നത് ലിസ്റ്റ് ഓൾ സ്ട്രോങ് അസോസിയേഷൻ റൂൾസ്. എല്ലാ സ്ട്രോങ് അസോസിയേഷൻ റൂൾസും ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഐറ്റം സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രോങ് അസോസിയേഷൻസ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ആൾക്കാർ ആരായിരുന്നു? I1 I2 I3 ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം സെറ്റ്. I1 I2 I3. ഇനി ഇവരെ വെച്ചിട്ടാണ് നമ്മൾ അസോസിയേഷൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 3 പേരല്ലേ, അതിൽ ഞാൻ I1 I2നെ ഒരുമിച്ചെടുത്തു, മറ്റേ ആളെ I3 ഇങ്ങോട്ട് എടുത്തു. ഈ ഒരു രീതിയിൽ എഴുതി. പിന്നെ ഞാൻ I1നെ I3നെ ഒരുമിച്ചിട്ടിട്ട് I2നെ ഇപ്പുറത്ത് എഴുതി. ഈ രീതിയിൽ ഒരെണ്ണം എടുത്തു. ഇനി വേറൊരു കോമ്പിനേഷൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? I2നെ I3നെ ഒരുമിച്ചിട്ടിട്ട് I1നെ ഇപ്പുറത്തിട്ടു. ഈ രീതിയിൽ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ഈ എഴുതിയിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് എഴുതുന്നത്. ഇത് കണ്ടോ? റൈറ്റ് സൈഡിൽ ഞാൻ ഒറ്റയ്ക്ക് നിർത്തിയ ആളെ ഇവിടെ ലെഫ്റ്റിലോട്ടായിട്ട് നേരെ സ്വാപ്പ് തിരിച്ചങ്ങോട്ട് എഴുതി വെക്കുക. ഇത് കണ്ടോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ എഴുതി വെക്കുക. സ്ട്രോങ് അസോസിയേഷൻസ് 6 എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കോൺഫിഡൻസ് മാച്ച് ചെയ്ത് നോക്കണം. അതായത് കോൺഫിഡൻസ് എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇവിടെ കോൺഫിഡൻസിന്റെ ഇക്വേഷൻ ആണ്. കോൺഫിഡൻസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇവരുടെ എല്ലാവരുടെയും പ്രോബബിലിറ്റി, അതായത് I1 യൂണിയൻ I2 യൂണിയൻ I3 ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആള്, അതായത് I1 യൂണിയൻ I2 എന്നുള്ളത്. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. പ്രോബബിലിറ്റി ഓഫ് എല്ലാവരുടെയും പിന്നെ ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ലെഫ്റ്റ് സൈഡിലുള്ള ഐറ്റംസ്. അപ്പോൾ ഇത് നോക്കാം. നമുക്ക് I1 I2 I3 എന്ന് പറഞ്ഞാൽ കൗണ്ട് എത്രയായിരുന്നു? 2. ഇനി I1 I2 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു കൗണ്ട്? 4. അങ്ങനെയാണ് 2/4 എന്ന് പറയുന്നത്. 2/4 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 0.5 ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെർസെൻറ്റേജ് കിട്ടും, 50%. നമ്മുടെ മിനിമം സപ്പോർട്ട് കൗണ്ട് എത്രയായിരുന്നു? മിനിമം സപ്പോർട്ട് പെർസെൻറ്റേജ് തന്നിരുന്നത് 70% ആണ്. അതായത് 50 കുറവാണ് 70-നേക്കാളും. അപ്പോൾ ഇതൊരു സ്ട്രോങ് അസോസിയേഷൻ അല്ല. ഇതുപോലെ തന്നെയാണ് ഇയാളെയും ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ 3 പേരുടെയും യൂണിയന് എത്ര കൗണ്ടാണ് വരുന്നത് നോക്കണം. എത്രയായിരുന്നു? 2 1 2 3 അല്ലായിരുന്നോ? അപ്പോൾ 2 ഡിവൈഡഡ് ബൈ ഈ ലെഫ്റ്റിലെ ആൾക്കാർ 1 3 വരുമ്പോഴത്തേക്കും എത്രയായിരുന്നു? 4. 2/4 അതും 50% ആണ്. അപ്പോൾ അത് പറ്റില്ല. ഇനി ഇവിടെ നോക്കുക, ഇതും 1 2 3 ആണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 3 എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? ഇവിടെ 4 ആണ്. അതും സെയിം തന്നെ 50%. അപ്പോൾ അതും പറ്റില്ല. ഇനി ഇവരുടെ ഓപ്പോസിറ്റ് ഉള്ളത്, ഇതിന്റെ എങ്ങനെ തന്നെയാണ് കോൺഫിഡൻസ് കണ്ടുപിടിക്കേണ്ടത്? ഇവരുടെ എല്ലാവരുടെയും യൂണിയൻ എടുക്കുക. അതായത് I1 I2 I3 അത് എത്രയായിരുന്നു? നമ്മുടെ 2. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ആരാണ്? പ്രോബബിലിറ്റി ഓഫ് I1 എന്നാണ്. I1 മാത്രമല്ലേ ഉള്ളൂ അവിടെ. I1ന്റെ പ്രോബബിലിറ്റി എവിടെയാണ്? നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് 6. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 33% ആണ് കിട്ടുന്നത്. അപ്പോൾ അത് പറ്റില്ലല്ലോ, 70 അല്ലേ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത ആളെ കണ്ടുപിടിക്കുക. ഇവരുടെ എല്ലാവരുടെയും യൂണിയൻ പിന്നെ ലെഫ്റ്റിലുള്ള ആളായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 2/7 = 28.5% എന്നാണ്. അപ്പോൾ അടുത്തത് ഇങ്ങനെ നോക്കുന്നത് I3 I1 I2 യൂണിയൻ ഡിവൈഡഡ് ബൈ I3 എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? 2/6 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. അത് 33% ആണ്. അപ്പോൾ ഈ ഒരു ഐറ്റം സെറ്റിൽ ആരും തന്നെ ഈ മിനിമം കോൺഫിഡൻസ് മീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും സ്ട്രോങ് ആയിട്ടുള്ള ലിസ്റ്റ് അല്ല. ഇനി നമുക്ക് വേറൊരു ലിസ്റ്റും കൂടെ നമ്മൾ പാസ്സായി വന്നില്ലായിരുന്നോ? ഐറ്റം സെറ്റ് ആയിട്ടുള്ള I1 I2 I5 അവരുടെ നോക്കാം.
I1 I2 I5 എന്ന് പറയുമ്പോഴത്തേക്കും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അത് കണ്ട ഇവിടെ എഴുതിയതുപോലെ തന്നെ ഞാൻ ആദ്യം I1 I2 I5നെ മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ I1ഉം I5ഉം ഒരുമിച്ച് എഴുതി I2നെ മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് ഒരുമിച്ച് വരാത്ത ആൾക്കാരായിരുന്നു I2ഉം I5ഉം അവരെ ഒരുമിച്ച് എഴുതി I1നെ മാറ്റി നിർത്തി. അത് തന്നെ തിരിച്ച് ഇങ്ങോട്ടും എഴുതി. അങ്ങനെ ഇവിടെ 6 ഐറ്റം അതായത് അസോസിയേഷൻസ് ഉണ്ടാക്കി. ഇനി ഇത് നോക്കണം. I1 I2 I5 എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2. ഇവിടെ ലെഫ്റ്റിൽ നിൽക്കുന്ന ആരാണ്? I1ഉം I2ഉം. അത് 2/4 തന്നെ കിട്ടും. അത് 50% ആണ്. അത് പറ്റില്ല. 70% എബോ വേണം. അടുത്തത് എന്താണ്? I1 I2 I5 അത് 2 ആണ്. ഇനി ഇവിടെ കിടക്കുന്ന ആളാരാണ്? I1 I5 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 തന്നെ. അപ്പം 2/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 100% കിട്ടും. അപ്പം അത് പറ്റുന്നതാണ്. അതായത് 70നേക്കാളും കൂടുതലല്ലേ. അപ്പം അത് പാസ്സായി. ഇനി അടുത്തതാണ് I2 I1 I5 പിന്നെ I1 എന്നുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോംബോ എടുക്കുക, ഡിവൈഡഡ് ബൈ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ആൾക്കാർ. I2 I5 എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പോൾ 2/2 അതും 100 ആണ്. അത് പറ്റും. സെയിം ഇത് തന്നെ പിന്നെ നോക്കാം. ഇവിടെ I1 I2 I5 2 ആണ്. ലെഫ്റ്റിൽ കിടക്കുന്നത് I1 എന്ന് പറഞ്ഞാൽ 2/6 അത് പറ്റില്ല. അതുപോലെ തന്നെ ഇവരുടെ യൂണിയൻ ഡിവൈഡഡ് ബൈ I2 അത് 2/7 എന്നാണ് കിട്ടുന്നത്. അത് പറ്റില്ല. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ യൂണിയൻ ഡിവൈഡഡ് ബൈ I5 അതെന്ന് പറയുന്നത് നമുക്ക് 2/2 100 എന്ന് കിട്ടും. അപ്പോൾ ഇത് പറ്റും. നമുക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? ഈ 3 ആൾക്കാരാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം മിനിമം കോൺഫിഡൻസ് ഇസ് ഈക്വൽ ടു 70% ആയിരുന്നു. ദെയർഫോർ സ്ട്രോങ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയ ആൾക്കാർ ആരൊക്കെയായിരുന്നു? I1 I5 ഗീവ്സ് I2 100% ആണ്. അതേപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നല്ലോ I2 I5 ഗീവ്സ് I1 എന്ന് പറയുന്നതും 100% ആണ്. ഇനി മൂന്നാമത്തെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ I5 ഗീവ്സ് I1 I2 എന്ന് പറയുന്നതും 100% ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. മനസ്സിലായില്ലേ? ഇനി ഇത് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് കണ്ടിട്ട് സോൾവ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം ഇതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ ഇവിടെ മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലാണ് തന്നിരുന്നത്. ഇവിടെ നമ്മുടെ കൗണ്ട് 2 ആയിട്ടായിരുന്നു തന്നിരുന്നത്. അപ്പോൾ പെർസെൻറ്റേജിലോട്ട് ആക്കണം എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ വീഡിയോ കൂടെ ഇടാം. ഓക്കെ, താങ്ക് യു ഓൾ.